ഹലോ നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വാനില കപ്പ് കേക്ക്സ് ആണ്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളും അരിപ്പയും വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ അളന്നെടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് ഇതുപോലെ അരിച്ചെടുക്കണം. 3 തവണ ഇതുപോലെ അരിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുക്കുക. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കണം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം. തണുത്ത മുട്ട പിന്നെ അതുപോലെ ബേക്കിംഗ് ചെയ്യുമ്പോൾ ഒരു സാധനവും ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതുപോലെ എടുക്കരുത്. ഇതിനി നമുക്ക് 1 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് 1 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതൊരു സെക്കൻഡ് സ്പീഡിലൊക്കെ ഇട്ടിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലാണ് ഒഴിക്കുന്നത്. സൺഫ്ലവറിൻ്റെ ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇതും കൂടി ചേർത്ത് നമുക്ക് 1 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് പൊടിച്ചെടുത്ത പഞ്ചസാരയാണ് 1/2 കപ്പ് പഞ്ചസാര. ഞാൻ 1/2 കപ്പ് നിറച്ചെടുത്തിട്ടില്ല. മധുരം നല്ലതുപോലെ വേണ്ടവർക്ക് 1/2 കപ്പ് നിറച്ചെടുക്കാം. 1 ടേബിൾ സ്പൂൺ കുറവുണ്ട് 1/2 കപ്പിന്. അപ്പോൾ മധുരം ഒത്തിരി വേണ്ടവർക്ക് നിറച്ചെടുക്കണം 1/2 കപ്പ്. ഇത് ഒരുമിച്ച് ചേർക്കരുത്, കുറച്ചായിട്ട് ചേർത്ത് ഇതുപോലെ നമുക്കൊന്ന് ബീറ്റ് ചെയ്യണം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് പതഞ്ഞ് വരുന്നത് പോലെ നല്ലതായിട്ട് ഹൈ സ്പീഡിലിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നല്ലതുപോലെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും അവനിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുവാണ്. ഈ കൺവെക്ഷൻ ബട്ടണിൽ 180 ആകുന്നിടം വരെ പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ടൈം സെലക്ട് ചെയ്യണം. 10 മിനിറ്റ്സ് ആണ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുന്നത്. 10 മിനിറ്റ്സിൽ പ്രസ് ചെയ്യുക. സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കണം. ഇത് പ്രീ ഹീറ്റ് ആവും. ഈ സമയത്ത് സ്റ്റൗവിലാണ് വെക്കുന്നവർക്ക് സ്റ്റൗവിൽ പാത്രം വെച്ച് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുക. ഇനി നമുക്ക് ഈ മുട്ടയിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ബീറ്ററൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇതുപോലെ ഒരു സ്പാച്ചുല വെച്ചിട്ട് കുറച്ചായിട്ട് പൊടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഒരേ ഡയറക്ഷനിൽ വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ഫോൾഡ് ചെയ്ത് നമുക്കിത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പാൽ ചേർത്ത് കൊടുക്കണം. ആദ്യം നമുക്ക് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്നൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അതനുസരിച്ച് ഇനിയും കുറച്ചും കൂടെ പാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. 1.5 ടേബിൾ സ്പൂൺ പാലാണ് ഞാൻ മൊത്തത്തിൽ ചേർത്തേക്കുന്നത്. ഇതുപോലെ 1 മിനിറ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ റിബൺ കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഒരു മഫിൻ ട്രേ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പേപ്പർ കപ്പ് വെച്ച് കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു ചെറിയ ബൗൾസിലൊക്കെ എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇത് മൊത്തം ഒഴിക്കരുത്, 1/4 കപ്പ് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇത് സെയിം റെസിപ്പിയാണ് നമ്മുടെ വാനില സ്പഞ്ച് കേക്കിനും. വലിയൊരു പാത്രത്തിൽ ഒഴിക്കുന്നതേ ഉള്ളൂ ഡിഫറൻസ്. ഇതുപോലെ എല്ലാ കപ്പിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ടൊന്ന് ചെറുതായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അവൻ പ്രീ ഹീറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കേക്ക് ട്രേ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ടെമ്പറേച്ചർ സെലക്ട് ചെയ്യണം. കൺവെക്ഷൻ ബട്ടണിൽ 180 ആകുന്നിടം വരെ പ്രസ് ചെയ്ത് കൊടുക്കുക.
ഓരോ തവണ പ്രസ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ സെലക്ട് ആവും. 180 ആകുന്നിടം വരെ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. 180 ആയിട്ടുണ്ട്. ഇനി ടെമ്പറേച്ചർ ഞാൻ 30 മിനിറ്റ്സ് ആണ് സെലക്ട് ചെയ്യുന്നത്. അത്ര ആകത്തില്ലെങ്കിൽ ഞാൻ 10 മിനിറ്റ്സ് എക്സ്ട്രാ വെക്കുന്നതാണ്. സ്റ്റാർട്ട് ബട്ടണും പ്രസ് ചെയ്ത് കൊടുക്കാം. ഓരോ അവനിലും ഡിഫറെൻ്റ് ആയിരിക്കും ടൈം, അപ്പോൾ അതനുസരിച്ച് വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ 15 മിനിറ്റ് ആയപ്പോൾ ഇടയ്ക്ക് നോക്കിയായിരുന്നു. അപ്പോൾ ഇത് 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം തുറന്ന് നോക്കാം. 15 മിനിറ്റൊക്കെ ആയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ടൂത്ത് പിക്ക് വെച്ച് നോക്കിയായിരുന്നു. അപ്പോൾ 5 മിനിറ്റ് കൂടെ ഞാൻ വെച്ചതാണ്. 20 മിനിറ്റാണ് ഇപ്പോൾ എനിക്ക് ടോട്ടൽ ബേക്കിംഗ് ടൈം ആയിരിക്കുന്നത്. ഇവിടെ നമ്മുടെ മഫിൻസ് ബേക്കായി വന്നിട്ടുണ്ട്. ഇതൊന്ന് തണുക്കാൻ വെച്ചേക്കുവാണ്. തണുത്തതിന് ശേഷം നമ്മളെപ്പോഴും ഡീമോൾഡ് ചെയ്യാവും. അപ്പോൾ നമ്മുടെ മഫിൻസ് നല്ല സോഫ്റ്റായി എനിക്ക് കിട്ടിയിട്ടുണ്ട്. സ്റ്റൗവിലാണെങ്കിലും ഒരു 30 മിനിറ്റൊക്കെ ആവും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യുവാണെങ്കിൽ. അതുപോലെ തന്നെ അവനിലാണെങ്കിൽ ഓരോരുത്തരുടെയും അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മളൊരു 10 മിനിറ്റ് എക്സ്ട്രാ വെക്കുവാണെങ്കിൽ പിന്നെയും നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യം വരത്തില്ല. ഇടയ്ക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതാ ഇതുപോലെ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി ഞാൻ നല്ലൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. ബൈ.